നമസ്കാരം. 2023 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ തന്നെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മിക്ക വാഹന നിർമ്മാതാക്കളും ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പലരും പുതുതായി രാജ്യത്തേക്ക് ചുവട് വയ്ക്കാനുള്ള അവസരം കാത്തു നിൽക്കുമ്പോൾ നിലവിലുള്ള പ്രമുഖർ തങ്ങളുടെ സ്ഥാനവും മാർക്കറ്റ് ഷെയറും വിട്ടുകൊടുക്കാതിരിക്കാൻ വൻ പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ സംശയം പറയാം. ഇത്രയും കാലമായി വളർത്തിയെടുത്ത വിശ്വാസ്യതയും വിപണി വിഹിതവും ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ ജാപ്പനീസ് വാഹന ഭീമന്മാരായ ടൊയോട്ടയും തയ്യാറല്ല. ടൊയോട്ട കിർലോസ്കർ മോട്ടോ മാരുതി സുസുക്കിയുമായുള്ള പങ്കാളിത്തത്തിലൂടെയും അതോടൊപ്പം തന്നെ പാസഞ്ചർ വാഹനങ്ങളുടെ സ്വന്തം ശ്രേണിയിൽ നിന്നുമുള്ള മോഡലുകൾക്ക് ഈ വർഷം ഇന്ത്യയിൽ റെക്കോർഡ് വിൽപ്പന സംഖ്യകൾ കൈവരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനായി ആഭ്യന്തര മോഡൽ നിര ശക്തിപ്പെടുത്തുന്നതിനായി ടൊയോട്ടയിൽ നിന്ന് വരാനിരിക്കുന്നത് 3 SUV-കളാണ്. ഇവയിൽ ഒരു ഇലക്ട്രിക്, 2 ഹൈബ്രിഡ് മോഡലുകളാണുള്ളത്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ടൊയോട്ട അർബൻ ക്രൂസർ ഹൈറൈഡർ 7 സീറ്ററാണ് ഇതിൽ ആദ്യത്തേത്. 2025 മധ്യത്തോടെ 3 റോ സീറ്റുമായി വരുന്ന അർബൻ ക്രൂസർ ഹൈറൈഡറിനെ ടൊയോട്ട അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. MG ഹെക്ടർ പ്ലസ്, ടാറ്റ സഫാരി, മഹീന്ദ്ര XUV 700, സിട്രോൺ C3 എയർക്രോസ്, ഹ്യുണ്ടൈ അൽക്കാസർ തുടങ്ങിയ മോഡലുകളോട് ഇത് ഏറ്റുമുട്ടുന്നുണ്ട്. ഇവയോട് മത്സരിക്കാൻ വരാനിരിക്കുന്ന SUV-ക്ക് പരിഷ്കരിച്ച സ്റ്റൈലിംഗും മെച്ചപ്പെടുത്തിയ സവിശേഷതകളും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ യൂണിറ്റ്, 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എന്നിങ്ങനെ നിലവിലെ 5 സീറ്റർ മോഡൽ നിരയിൽ വരുന്ന അതേ എഞ്ചിൻ ലൈനപ്പ് തന്നെ ഇതിൽ ടൊയോട്ട നിലനിർത്തിയേക്കാം. ടൊയോട്ട അർബൻ ക്രൂസർ EV കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. വരുന്ന ജനുവരിയിൽ ഷെഡ്യൂൾ ചെയ്യുന്ന 2025 ബ്രസൽസ് മോട്ടോർ ഷോയിൽ അർബൻ ക്രൂസർ EV വെളിപ്പെടുത്താൻ ടൊയോട്ട ഒരുങ്ങിയിരിക്കുകയാണ്. UK-യിലെ വില നിർണ്ണയവും മറ്റ് വിശദാംശങ്ങളും 2025 അവസാനത്തോടെ വെളിപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേ വർഷം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് നടക്കുമെന്ന് കമ്പനിയും വ്യക്തമാക്കുന്നുണ്ട്. ഈ വിറ്റാരയ്ക്കൊപ്പം സുസുക്കിയുടെ ഗുജറാത്ത് പ്ലാന്റിലായിരിക്കും ഇന്ത്യൻ വിപണിയിലേക്കുള്ള ഇതിന്റെ ഉൽപ്പാദനം നടക്കുക. അർബൻ ക്രൂസർ EV 49 kWh, 61 kWh എന്നിങ്ങനെ 2 ലിഥിയം അയൺ ഫോസ്ഫറേറ്റ് ബാറ്ററി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യും. ഇതിൽ 4.9 kWh മോഡലിൽ 144 bhp പവറും 189 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫ്രണ്ട് വീൽ മോട്ടോർ സെറ്റപ്പാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 61 kWh ബാറ്ററിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് അതേ ടോർക്ക് റേറ്റിംഗിൽ പവർ ഔട്ട്പുട്ട് 144 ഉയർത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതുകൂടാതെ 61 kWh ബാറ്ററി പ്രവർത്തിക്കുന്ന ഒരു ഓൾ വീൽ ഡ്രൈവ് വേരിയന്റിൽ ഒരു റിയർ മോട്ടറും ഉൾപ്പെടുന്നുണ്ട്. ഇത് സംയോജിത പവർ ഔട്ട്പുട്ട് 184 bhp ആയും ടോർക്ക് 300 Nm ആയും വർദ്ധിപ്പിക്കുന്നുണ്ട്. 4285 mm നീളവും 2700 mm വീൽ ബേസും വരുന്ന ടൊയോട്ട അർബൻ ക്രൂസർ EV മൊത്തത്തിലുള്ള വലുപ്പത്തിൽ ഈ വിറ്റാരയെ മറികടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല ടൊയോട്ട EV മോഡലിന്റെ രൂപകൽപ്പന ആഗോളതലത്തിൽ കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയ അർബൻ SUV കൺസെപ്റ്റ് വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ താരമാണ് ടൊയോട്ട ഫോർച്യൂണർ MHEV. തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര വിപണികളിൽ ലഭ്യമായ ടൊയോട്ട ഫോർച്യൂണർ MHEV മോഡൽ മെച്ചപ്പെട്ട ഇന്ധനക്ഷമത, കുറഞ്ഞ മലിനീകരണം, മികച്ച ലോ സ്പീഡ് പെർഫോമൻസ് എന്നിവയ്ക്കായി 48 watt മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്.